Hi all, welcome to Study Win PSC. 2025 ഫെബ്രുവരിയിലെ PSC ബുള്ളറ്റിൻ പൊതുവിജ്ഞാനം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, കായംകുളം കായൽ ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കിത്തൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ചെന്നമ്മ. കുരങ്ങുപനിക്ക് കാരണം വൈറസ്. കുരങ്ങുപനിക്ക് കാരണം വൈറസ്. കടമ്മനിട്ട, ഒതറ, നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം? പടയണി. കടമ്മനിട്ട, ഒതറ, നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം? പടയണി. സുഗുണവർദ്ധിനി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധിനി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലൻ. സ്വന്തമായി നഗരമൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തി. ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി. ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം? അഭയാർത്ഥി പ്രശ്നം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അഭയാർത്ഥി പ്രശ്നം. ഹിന്ദി ഔദ്യോഗിക ഭാഷയായ ഏഷ്യയ്ക്ക് പുറത്തുള്ള രാജ്യം? കിരിബാറ്റി. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത്? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. പെരുമാൾ തിരുമൊഴി എഴുതിയത്? കുലശേഖര ആഴ്വാർ. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആഴ്വാർ. പൊഖ്റാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. പൊഖ്റാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ബർട്രാൻഡ് റസലിന് സാഹിത്യ നോബൽ ലഭിച്ച വർഷം? 1950. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്ര? 3.7 വോൾട്ട്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് 3.7 വോൾട്ട്. റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത്? മാവോ സേ തുങ്. റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത് മാവോ സേ തുങ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത്? അച്യുത മേനോൻ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് അച്യുത മേനോൻ. ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? കുമാരനാശാൻ. ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കുമാരനാശാൻ. ഇത് ഓർത്തു വയ്ക്കാനായിട്ടൊരു ഞാൻ ഓർത്തു വയ്ക്കുന്ന ഒരു ക്ലൂ പറഞ്ഞുതരാം. ടാഗോറും കുമാരനാശാനും രണ്ടുപേരും കവികളാണ്. അപ്പം അതങ്ങനെ ഓർത്താൽ മതി. രണ്ടുപേരും കവികളായതുകൊണ്ട് ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കവിയായ കുമാരനാശാനാണ്. ഓക്കെ, ഗൈനക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജെയിംസ് മാരിയോൺ സിംസ്. ഡൈനാമോ കണ്ടുപിടിച്ചത്? മൈക്കൽ ഫാരഡെ. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര്? സുബ്ബരായൻ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്? പത്രമാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ. ബോധഗയ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ക്ലോണിങ്ങിലൂടെ ലോകത്താദ്യമായി എരുമക്കിടാവ് ജനിച്ച രാജ്യം? ഇന്ത്യ. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത്? 1931 നവംബർ 1. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ്? ചൈന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണം? ജെറീക്കോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഭരിക്കുന്ന രാജ്യം? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്ക്? സാൻ മാറിനോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്ക്? സാൻ മാറിനോ.
ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സിംഹാസനം ജപ്പാൻ. വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരം PV സിന്ധു. വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരം PV സിന്ധു. കേരള നിയമസഭയുടെ സ്പീക്കറായ ആദ്യത്തെ PSP നേതാവ് D ദാമോദരൻ പോറ്റി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം മഞ്ചേശ്വരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം മഞ്ചേശ്വരം. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ഉമേഷ് റാവു ആണ്. അതും കൂടെ ഓർത്ത് വെച്ചോണേ. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ഉമേഷ് റാവു. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിത KR ഗൗരിയമ്മ. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിത KR ഗൗരിയമ്മ. കേരള പുലയർ മഹാസഭയുടെ സ്ഥാപകൻ PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയർ മഹാസഭയുടെ സ്ഥാപകൻ PK ചാത്തൻ മാസ്റ്റർ. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാട്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം R ബാലകൃഷ്ണ പിള്ള. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം R ബാലകൃഷ്ണ പിള്ള. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ശ്രീലങ്ക. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസാക്കിയ വർഷം 1995. കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തി CP രാമസ്വാമി അയ്യർ. കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്? കച്ചവട സംഘം. കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്? കച്ചവട സംഘം. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. കേരളത്തിൽ എലിഫൻ്റ് ലേക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിൽ എലിഫൻ്റ് ലേക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് കണ്ണൂർ ജയില്. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് കണ്ണൂർ ജയില്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം മലനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം മലനാട്. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127, 126+1. കേരളം എത്ര റെയിൽവേ ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്നു? 3. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് A.O. ഹ്യൂം. ഷേക്സ്പിയറുടെ ടൈമിംഗ് ഓഫ് ദ ഷ്രൂ എന്ന നാടകം കലഹിനിദമനകം എന്ന പേരിൽ 1894 മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു. കോഴിക്കോട് ആസ്ഥാനമായി 1923 ആരംഭിച്ച പത്രം മാതൃഭൂമി. കോഴിക്കോട് ആസ്ഥാനമായി 1923 ആരംഭിച്ച പത്രം മാതൃഭൂമി. കോശത്തിൻ്റെ ഊർജ്ജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ ഊർജ്ജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഗോരി തേര ഗാവോൺ ബഡാ പ്യാര എന്ന ഗാനം രവീന്ദ്ര ജെയിനിൻ്റെ സംഗീതത്തിൽ ആലപിച്ചത് KJ യേശുദാസ്. ചേറ്റുവാക്കായൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ചേറ്റുവാക്കായൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ചേരമാർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ചേരമാർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ഡോക്ടർ MK കാൽബുർഗി ഏതു ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു? കന്നഡ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്